ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിനം കൂടി ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവവേദലേ, നിങ്ങൾ ഭയത്തോടെ ആയിരിക്കുന്നുവോ? അതായത് ഭാവി എന്തായിത്തീരുമെന്നുള്ള ഭയം, കടങ്ങൾ എന്തായിത്തീരുമെന്നുള്ള ഭയം, എൻ്റെ ജോലി എന്തായിത്തീരുമെന്നുള്ള ഭയം. ഭയപ്പെടേണ്ട. ദൈവവചനം ഇപ്രകാരം പറയുന്നു. യെശയ്യാവ് 41:10 ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവായ യഹോവയാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്ലാതെ നിൻ്റെ കൂട്ടുകാരോ നിൻ്റെ ബന്ധുമിത്രാദികളോ നിൻ്റെ ചങ്ക് ഫ്രണ്ട്സോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലുള്ളവർ മാറിപ്പോയാലും, ഈ ലോകത്തിലുള്ളവരുടെ വാക്ക് മാറിപ്പോകുന്നത്, എന്നാൽ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒന്നും മാറിപ്പോകത്തില്ലെന്നേ. ഹല്ലേലൂയ. ഇത് നിവൃത്തിയാകുന്നത് വരെ ഹല്ലേലൂയ ഒന്നും മാറിപ്പോകത്തില്ലെന്നേ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ചെയ്യാം. ആ യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ജോസഫിനോട് കൂടിയിരുന്ന ദൈവം. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ജോസഫിൻ്റെ കഷ്ടങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിലെല്ലാം ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. സങ്കീർത്തനം 23:4 ഇപ്രകാരം പറയുന്നു: കൂരിയുടെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. ദാവീദും പറയുകയാണ്, കൂരിയുടെ താഴ്വരയിൽ കൂടി നടന്നാലും, ഏത് പ്രശ്നത്തിൻ്റെ താഴ്വരയിൽ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം എന്താ? നീ എന്നോട് കൂടി ഉണ്ടല്ലോ. യഹോവയായ ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ. നമ്മുടെ കൂടെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മോട് കൂടെയും ആ യഹോവ ഉണ്ട്. ഭയപ്പെടേണ്ട. ഭയപ്പെടാതെ നമുക്ക് ജീവിതയാത്രയിൽ യേശു ക്രിസ്തുവിനെ, യഹോവയായ ദൈവത്തെ മുറുക്കി പിടിച്ച് നമുക്ക് പോകാം. ആമേൻ. ഈ വചനങ്ങളെ ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ.